ഇന്ത്യ യു എസ് വ്യാപാര കരാർ. ട്രംപ് രണ്ടാം വരവ് വന്നതിന് ശേഷം ജനുവരി 20 മുതൽ തന്നെ ഒരു വ്യാപാര യുദ്ധത്തിന്റെ നിഴലിലായിരുന്നു ലോകരാഷ്ട്രങ്ങൾ. എവിടെ നിന്നൊക്കെ ആരുമായൊക്കെ അമേരിക്കയ്ക്ക് വ്യാപാര ബന്ധമുണ്ടോ അവരുമായി എല്ലാം ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തുന്നത് പോലെയായിരുന്നു ഫെബ്രുവരിയിൽ അമേരിക്കയുടെ ലിബറേഷൻ ഡേയില് നടത്തിയ പ്രഖ്യാപനം. 26% ഇറക്കുമതി ചുങ്കം അതായത് അമേരിക്കയുമായി വ്യാപാര ബന്ധമുള്ള എല്ലാ രാജ്യങ്ങൾക്കും 26% താരിഫ് ചുമത്തിക്കൊണ്ടായിരുന്നു അന്നത്തെ ലിബറേഷൻ ഡേയുടെ പ്രഖ്യാപനം വന്നത്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് 25%, ഇന്ത്യക്ക് മേൽ 25%, അതായത് പരസ്പരമുള്ള ഡയലോഗിലെ ഗതിവിഗതികൾക്കനുസരിച്ച് ട്രംപിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വ്യാപാര തീരുമാനങ്ങളിലും മാറ്റം വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ചൈനയ്ക്ക് നേരെ 500% തീരുവയായി, ഇന്ത്യക്ക് നേരെ 25% തീരുവ എന്ന് തീരുമാനിക്കുന്നു. ഇന്ത്യക്ക് നേരെ 25% തീരുവ എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ട്രംപ് ചില ഉപാധികൾ വയ്ക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിർത്തലാക്കണം. അതിന് തന്നെ 2 കാരണങ്ങളുണ്ടായിരുന്നു. അമേരിക്ക കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയത്, ഒന്ന്, റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പോലും ഇന്ത്യ ആ ഉപരോധത്തെ വകവയ്ക്കാതെ റഷ്യയിൽ നിന്നുള്ള ഇന്ധന വാങ്ങൽ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഏകദേശം 40% വരെ ഇന്ത്യ റഷ്യയിൽ നിന്നായി ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കുള്ള ഇന്ധനം വാങ്ങൽ. അതും വില കുറച്ച് കിട്ടുമായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം മൂലം. അത് മാത്രവുമല്ല, അപ്പോൾ റഷ്യക്ക് ഉപരോധമുള്ളത് കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനും നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ റഷ്യയുടെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തിയ ഒരു ഘടകമായിരുന്നു ഇന്ത്യ. വലിയ തോതിൽ ഇന്ത്യയുടെ ആവശ്യത്തിന്റെ 40%-ഓളം അതിന്റെ തൊട്ട് മുകളിൽ വരെയോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളത്. ട്രംപിനെ ചൊടിപ്പിച്ച ഒന്നാമത്തെ കാരണം അതായിരുന്നു എങ്കിൽ, രണ്ടാമത്തെ കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റിറക്കുമതികൾ നടത്തുന്നത് അവനവന്റെ കറൻസിയിലാണ്, US ഡോളറിൽ അല്ല. നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, ചില മുദ്രാവാക്യങ്ങളുമായിട്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആകുന്നത്. എന്തൊക്കെയായിരുന്നു ആ മുദ്രാവാക്യങ്ങൾ? ഒന്ന്, മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. എങ്ങനെയാണ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ പറ്റുക? ഇപ്പൊ ഉദാഹരണത്തിന്, ഒന്നാമത്തെ രീതി അമേരിക്ക ഗ്രേറ്റ് ആക്കാനായിട്ട് അമേരിക്കൻ ഡോളറിനെ സർവ്വസജ്ജമാക്കുക, എല്ലാ കറൻസികളെക്കാളും മുകളിൽ നിൽക്കുന്ന കറൻസിയാക്കി അമേരിക്കൻ ഡോളറിനെ മാറ്റുക. സാധാരണ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ട്രംപിന്റെ സഹായമില്ലാതെ തന്നെ അമേരിക്കൻ ഡോളർ ഒന്നാമത്തെ കറൻസി തന്നെയായിരുന്നു. എല്ലായ്പ്പോഴും മൂല്യം ഉയർത്തിപ്പിടിക്കാൻ പറ്റിയിരുന്ന കറൻസി ആയിരുന്നു. അത് ഇന്റർനാഷണൽ കറൻസിയായി കൊണ്ടുവന്ന SDR പോലും, അല്ലെങ്കിൽ അതിന് മൂല്യം കൊടുക്കുന്നത് സ്വർണവും അമേരിക്കൻ ഡോളറുമായിരുന്നു. ഇപ്പോൾ നമ്മൾ മറ്റ് കറൻസീസ്, ഇപ്പൊ ഇന്ത്യൻ കറൻസി ആണെങ്കിൽ അതിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്നതിന് ബാക്കിംഗ് ആയിട്ട്, സപ്പോർട്ടിംഗ് ആയിട്ട് വെക്കുന്നത് സ്വർണവും അമേരിക്കൻ ഡോളർ, പൗണ്ട് സ്റ്റേർലിംഗ്, പ്രധാനമായിട്ട് സ്വർണവും അമേരിക്കൻ ഡോളറും തന്നെയാണ്. അപ്പൊ ഈ അമേരിക്കൻ ഡോളർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്നും ഏറ്റവും ശക്തമായ കറൻസി ആയിരുന്നു. എങ്കിൽ പോലും വല്ലപ്പോഴും ഒക്കെ കയറ്റിറക്കങ്ങൾ അതിന്റെ മൂല്യത്തിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെ കയറ്റിറക്കങ്ങൾ പോലും ഇല്ലാതാക്കി സ്ട്രോങ് ആക്കി വെക്കുക, അതൊക്കെയായിരുന്നു ട്രംപിന്റെ താല്പര്യങ്ങൾ. അപ്പൊ അതിനനുസരിച്ചാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങല്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങല്, അതുപോലെ മറ്റു ഉള്ള വ്യാപാര ബന്ധങ്ങൾ ഒക്കെ കുറയ്ക്കണം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങൽ നിർത്തണം എന്ന് തന്നെ ട്രംപ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇന്ത്യ ആദ്യം അതിന് മുഖം തിരിച്ചു നിന്നു. അങ്ങനെ മുഖം തിരിച്ചു നിന്നു എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് മാസം 27-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയിലാണ് 25% എന്ന തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തുന്നത്. പക്ഷെ ഈ കണ്ടീഷൻസും വെച്ചു. ഈ കണ്ടീഷൻസ് പാലിക്കാൻ ഇന്ത്യ വൈമുഖ്യം കാണിച്ചതോടുകൂടി ഓഗസ്റ്റ് 27-ാം തീയതി ആ 25%-ന്റെ 100% താരിഫ് റൈസ്, അതായത് 100% താരിഫ് റൈസ് എന്ന് വെച്ചാൽ 25%-ന്റെ കൂടെ വേറൊരു 25% കൂടി, അങ്ങനെ 50% താരിഫ് എന്ന രീതിയിൽ ഇന്ത്യക്ക് മേൽ താരിഫ് ഉപരോധം വരുന്നു. ട്രംപ് പക്ഷേ ഇത്ര കളിയെല്ലാം കളിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്.
ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യമാണ്, അത് ട്രംപ് ഉണ്ടായാലും ട്രംപ് ഇല്ലെങ്കിലും, അമേരിക്ക. അപ്പൊ നമുക്ക് ഒരുപാട് രാജ്യങ്ങളുമായി, ചൈനയുമായിട്ടൊക്കെ എപ്പോഴും ട്രേഡ് ഡെഫിസിറ്റ് ആണ്. മിക്ക രാജ്യങ്ങളുമായിട്ട് നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണുള്ളത്, അതായത് വ്യാപാര കമ്മി വന്നാൽ നമ്മളെ ആ വ്യാപാര കമ്മി ഒരു രാജ്യം എങ്ങനെയാണ് തീർക്കേണ്ടത്? ഒന്നുകിൽ അമേരിക്കൻ ഡോളർ കൊടുത്ത് തീർക്കണം, അങ്ങനെയും തീർക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വർണമാണ് കൊടുക്കേണ്ടി വരിക. അപ്പൊ അങ്ങനെ എല്ലാ വർഷവും വ്യാപാര കമ്മി ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് നാം വാങ്ങുന്നതിന് കൊടുക്കേണ്ടതിനേക്കാൾ വളരെ കൂടുതലാണ് അമേരിക്ക ഇന്ത്യയോട് വാങ്ങുന്നതിന് തരേണ്ടത്. അപ്പൊ അമേരിക്കൻ ഡോളർ നമുക്ക് കൂടുതൽ കിട്ടുന്നു, നമ്മൾ വളരെ കുറച്ച് അമേരിക്കൻ ഡോളറിന് മാത്രമേ അവിടുന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുള്ളൂ. അതാണ് അവസ്ഥ. അപ്പം അതായത് 1900-ഓളം ഉൽപ്പന്നങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക വാങ്ങുമായിരുന്നു. അമേരിക്കക്കാർ ഡ്യൂട്ടി ഒന്നും ചുമത്താതെയാണ് ഇന്ത്യയിൽ നിന്ന് 1900 ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നത്. അങ്ങനെ വാങ്ങിയിരുന്ന രാജ്യമാണ് രണ്ടാമത്തെ വരവില്, ട്രംപിന്റെ രണ്ടാമത്തെ വരവില് പല കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്? അതായത് 1993-നും 2016-നും ഇടയിൽ വലിയ തോതിൽ അവരുടെ ഉൽപാദന മേഖല താഴോട്ട് പോയി. 1993-ൽ 1,90,00,000 പേർക്ക്, അതായത് 1.9 crore ജനങ്ങൾക്ക് തൊഴിൽ നൽകിയിരുന്ന ഒരു ഉൽപാദന മേഖലയായിരുന്നു അമേരിക്കയുടേത്. പക്ഷെ അത് ചുരുങ്ങി 2016, അതായത് ആദ്യ പ്രാവശ്യം ട്രംപ് ഭരണത്തിൽ വന്നപ്പോഴേക്കും തന്നെ 1,02,00,000 ചുരുങ്ങിപ്പോയി. 1.2% ആയിട്ട് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു എന്ന കാരണം കൊണ്ട്, അതെന്തുകൊണ്ടാണ് കുറഞ്ഞത്? അത് ട്രംപ് കാണുന്നതല്ല യഥാർത്ഥ കാരണം. ട്രംപ് കാണുന്ന കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് ഏകദേശം 1,00,000-ൽ പരം ഉൽപാദന യൂണിറ്റുകൾ നിർത്തിപ്പോയി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ 1990-നും 2000-നും ഇടയ്ക്കൊക്കെ എന്താണ് സംഭവിച്ചത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വികസിത രാജ്യങ്ങൾ അവരുടെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യവസായങ്ങളൊക്കെ അവിടുന്ന് പറിച്ച് വികസിത രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് ഒരുപാട് ഈ പറയപ്പെട്ട 1,00,000 ഉൽപാദന യൂണിറ്റുകൾ കാണാനില്ല, നഷ്ടപ്പെട്ടു, തൊഴിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ ട്രംപ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട സസ്റ്റൈനബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള, അതായത് പൊല്യൂഷൻ സൃഷ്ടിക്കും എന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം അമേരിക്കയിൽ നിന്നും അതുപോലെ എല്ലാ വികസിത രാജ്യങ്ങളും ആ പോളിസി തന്നെയാണ് നോക്കിയത്. അതിനിപ്പോ ഉദാഹരണത്തിന് ഡെട്രോയിറ്റ്, അമേരിക്കയുടെ ഡെട്രോയിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വെഹിക്കിൾ മാനുഫാക്ചറിങ്ങിന്റെ ഒരു ഹബ്ബായിരുന്നു. ഇപ്പൊ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഡെട്രോയിറ്റിലെ വലിയ കാര്യമായ വെഹിക്കിൾ മാനുഫാക്ചറിങ്ങേ ഇല്ല, അതൊക്കെ പറിച്ചു നട്ടു. ഉദാഹരണത്തിന് പിന്നെ അവരുടെ ഫോർഡ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉൽപാദന യൂണിറ്റുകൾ തുടങ്ങി. അതൊന്നും പക്ഷെ ട്രംപ് ഇപ്പോൾ സ്മരിക്കുന്നില്ല. ട്രംപ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഉൽപാദന യൂണിറ്റുകൾ നിർത്തിപ്പോയത് അതെന്തുകൊണ്ടാണ് നിർത്തിപ്പോയത്? അത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് അമേരിക്കയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ചെല്ലുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനൊരു പരിഹാരം എന്താണ്? ആ രാജ്യങ്ങളിലൊക്കെ ഡ്യൂട്ടി ഏർപ്പെടുത്തുക, രാജ്യങ്ങൾക്കുമേൽ ഡ്യൂട്ടി ഏർപ്പെടുത്തുക. ഡ്യൂട്ടി ഏർപ്പെടുത്തുമ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങളുടെ വില കൂടും. ആ ഡ്യൂട്ടിക്ക് അനുസരിച്ച് വില കൂടും. വില കൂടുമ്പോൾ അവിടെ ഡിമാൻഡ് കുറയും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അപ്പൊ അവിടെ പുതിയ ഉൽപാദന യൂണിറ്റുകൾ പൊങ്ങി വരും. അങ്ങനെ അവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷെ ഒരു പരിധി വരെ അത് ശരിയാവില്ല എന്ന് അമേരിക്കക്കാർ തന്നെ ട്രംപിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും പിടിച്ചു നിൽക്കുകയായിരുന്നു. എവിടം വരെ പോകും ഇവരെ കൊണ്ടൊക്കെ അമേരിക്കക്ക് സഹായകമായ, അമേരിക്കക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി? അപ്പോഴാണ് ഇവിടെ നമ്മൾ യൂറോപ്യൻ യൂണിയൻ, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന ഒരു പോളിസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്വീകരിക്കുകയും അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന് വേണ്ടി വിവിധ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് എഗ്രിമെന്റ്സിന് ശ്രമിക്കുകയും UK-യുമായിട്ട് നമുക്ക് പ്രത്യേക ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടി ഫ്രീ ആയിട്ടും ചില നിയന്ത്രിതമായ ഡ്യൂട്ടിയോട് കൂടിയും ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന വ്യാപാര നയത്തിലുള്ള തീരുമാനത്തിലെത്തി. അതിനുശേഷമാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് കരാർ ഉണ്ടാകുന്നത്. യൂറോപ്യൻ യൂണിയനുമായിട്ട് 2007 മുതൽ കരാറിൽ ഒപ്പിടാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ആ കരാറുകളൊന്നും ഒപ്പിട്ടില്ല. 2013 വീണ്ടും ശ്രമിച്ചു, അപ്പോഴും അത് പരാജയപ്പെട്ടു, നടന്നില്ല. 2022-23 വീണ്ടും ശ്രമം ഉണ്ടായി. എന്നിട്ടും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റിയില്ല.
പക്ഷെ ഇപ്പോൾ അതിനനുകൂലമായ സാഹചര്യം വരികയും യൂറോപ്യൻ യൂണിയന്റെ നേതാക്കള് ഇന്ത്യയിൽ എത്തുകയും അങ്ങനെയാണ് കഴിഞ്ഞ മാസം ഒരു ഉഭയകക്ഷി കരാറിൽ നമ്മൾ എത്തിച്ചേരുന്നത്. പക്ഷെ ആ ഉഭയകക്ഷി കരാറിൽ എത്തിച്ചേർന്നെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ ഈ 2026 എപ്പോഴെങ്കിലും അവസാനിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും സമയത്തായിരിക്കും ആ എഗ്രിമെന്റിൽ എത്തിച്ചേരുക. എന്തായാലും ആ ഉഭയകക്ഷി കരാറ് നടപ്പാക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി പിന്നെ യൂറോപ്യൻ യൂണിയന്റെ ആൾക്കാരും ഇന്ത്യയിലെത്തി, ഇന്ത്യയിൽ നിന്നുള്ളവരും ചേർന്നാണ്. പക്ഷെ ഇവിടെ ട്രംപ് അതിനു പോലും നിന്നില്ല. ട്രംപ് ഏകപക്ഷീയമായിട്ട്, അതായത് ആ യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ടായ കരാറ്, UK കരാറ്, പിന്നെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് നാം കരാറിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ള ധ്വനി, ഇതൊക്കെ ട്രംപിനെ ഒരു പക്ഷേ ഒരു പരിധി വരെ സ്വാധീനിച്ചിരിക്കാം. അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ ഇന്ത്യയുമായിട്ടുള്ള കരാറ് പിന്നെ കരാറിൽ എത്തുന്നതാണ് നല്ലത് എന്ന ഒരു ചേതോ വികാരം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അതുകൊണ്ടാകണം അതായത്, പക്ഷെ ഇവിടെ ഇന്ത്യയുമായിട്ടും കരാറുണ്ടായിരുന്നു. ഡിസംബറിന് മുൻപ് തന്നെ 7 വട്ടം ചർച്ചകൾ നടത്തിയിരുന്നു. നമ്മുടെ വ്യാപാര മന്ത്രാലയവും US വ്യാപാര മന്ത്രാലയവും ചേർന്ന് ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അത് ഒരു അവസാനത്തിൽ എത്തിയില്ല. അത് ഒരുപക്ഷെ കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കത്തക്ക രീതിയിലുള്ള കണ്ടീഷൻസ് അല്ല അമേരിക്ക വെച്ചത് എന്നുള്ളത് കൊണ്ടാകാം. അവിടെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അമേരിക്ക എന്താണ് ആവശ്യപ്പെട്ടിരുന്നത് ഇന്ത്യയോട്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് തരും. ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നല്ല വളരെ വില കുറച്ച് ഇന്ത്യയിലേക്ക് തരും. അതായത് ഇന്ത്യൻ വിപണിയിൽ ഡംപ് ചെയ്യാം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഒരു വിപണിയിൽ ഡംപ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഉൽപാദനം നടക്കുന്ന സ്ഥലത്ത് അതിന്റെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയിൽ വിൽക്കാമെന്നുള്ളതാണ് ഡംപിങ്. അതായത് എങ്ങനെയെങ്കിലും ഇതൊന്ന് വിറ്റുപോയാൽ മതി എന്ന രീതിയിൽ ഒരു വിപണി കിട്ടിയാൽ മതി എന്ന ആറ്റിറ്റ്യൂഡ്. യഥാർത്ഥത്തിൽ അതാണ്, ഒരു വിപണി കിട്ടുക എന്നുള്ളതാണ് അവിടെ. അപ്പൊ അമേരിക്ക എന്താണ് 2.5%, അതായത് അമേരിക്കൻ കാർഷിക മേഖല 10% തൊഴിലുകൾ സൃഷ്ടിക്കുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ശരിയായിരിക്കാം. പക്ഷെ 2.5%, 2%-ത്തിൽ താഴെ, 2%-ത്തിൽ താഴെ മാത്രം കർഷകരാണ് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് കൃഷി ഒരു ബിസിനസ് ആയി കാണുന്നത്. അതായത് അവിടെ കാർഷിക വൃത്തി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് പ്രക്രിയയാണ്, അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ ഉപജീവന വൃത്തി അല്ല. ഇന്ത്യയിലാണെങ്കിൽ കൃഷി എന്ന് പറയുന്നത് ഉപജീവന മാർഗമാണ്. ഇന്ത്യയിലെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നതോ, അതായത് 2014 43% പേരായിരുന്നു കൃഷിയിൽ ഏർപ്പെട്ടിരുന്നതായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് കൂടുതൽ പേർ കൃഷിയെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക്, തൊഴിലില്ലായ്മയും ഒക്കെ വ്യാപ്തമായതോടുകൂടി 48% ഇന്ത്യക്കാർ കൃഷിയെ ആശ്രയിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ. അങ്ങനെ 48% പേർ എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ എത്രയാണ്? 146 കോടി 39 ലക്ഷം. അത്ര വലിയ ഒരു ജനസംഖ്യയുടെ 48% പേർ ഉപജീവനം കണ്ടെത്തുന്ന മാർഗമാണ് തൊഴില്. അത് ഏതിലാണ്? കൃഷിയില്. അപ്പൊ അങ്ങനെയുള്ള മേഖലയിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും അതിവിടെ ഡംപ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷി പാടെ നശിച്ചു പോകും. അത് മാത്രമല്ല, ഇവിടുത്തെ കർഷകരുടെ രീതി എന്താണ്? നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകർ, 2 ഹെക്ടറിൽ താഴെ മാത്രം കൃഷിഭൂമിയുള്ള കർഷകർ, അങ്ങനത്തെ കർഷകരാണ് ഇന്ത്യയിലുള്ള കർഷകർ. അപ്പൊ അത്തരം കർഷകർക്ക് വിദേശത്ത് നിന്ന് വലിയ കോർപ്പറേറ്റ് രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വിലയുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ വില ഇവർക്ക് കിട്ടിയാൽ ഇവർക്ക് കൃഷിയുമായി മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കൃഷി നശിച്ച് നാമാവശേഷമാവുക എന്നുള്ളതായിരിക്കും അവസ്ഥ. നമുക്ക് ഓർമ്മയുണ്ട് 1966, 65, 66, 67 വർഷങ്ങളിൽ കൊടും പട്ടിണിയായിരുന്നു. കാർഷിക വിളകളെല്ലാം നശിച്ച്, അതായത് മഴയില്ലായ്മ മൂലം നശിച്ച്. അതിനുശേഷമാണ് മിസസ് ഗാന്ധിയുടെ മേൽനോട്ടത്തില് ഇവിടെ ഓഫ് കോഴ്സ് നമ്മളെ അപ്പോൾ അമേരിക്ക വിത്തും ഒക്കെ തന്ന്, വിത്തും മറ്റു കൃഷിയുടെ ശാസ്ത്രവും എല്ലാം നമുക്ക് കൈമാറി നമ്മളെ ഒരുപാട് പ്രേരിപ്പിച്ചു. ഗ്രീൻ റവല്യൂഷൻ, അങ്ങനെയാണ് നമ്മൾ കാർഷിക വിപ്ലവത്തിലേക്ക്, ഗ്രീൻ റവല്യൂഷനിലേക്ക് ചുവടുവെക്കുന്നത്. MS സ്വാമിനാഥന്റെ സഹായത്തോടു കൂടി. MS സ്വാമിനാഥനായിരുന്നു ചുക്കാൻ പിടിച്ചത്. അപ്പൊ അങ്ങനെ സ്വയം പര്യാപ്തതയിലെത്തി. അന്ന് 1950 വെറും 50.8 ലക്ഷം ഭക്ഷ്യോൽപാദനം നടത്തിയിരുന്ന ഇന്ത്യ ഇന്ന് 235 ലക്ഷം ടണ്ണിനധികമാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ സാഹചര്യത്തിലാണ് എന്നിട്ട് പോലും കർഷകർക്ക് നല്ല വില കിട്ടുകയോ നല്ല വിൽപ്പന സാധ്യത ഉണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ പ്രൊക്യൂർമെന്റ് പ്രൈസ് പോലും കേരളത്തിലെ കർഷകർക്ക് പിന്നെ നെല്ല് ഗവൺമെന്റ് ഏറ്റെടുത്ത് അതിന്റെ സമയത്ത് വില കൊടുക്കുന്നില്ല. അതിന്റെ പേരിൽ തന്നെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ കർഷകരുടെ നിരന്തര ക്ലേശങ്ങൾ, അതുകൊണ്ടാണല്ലോ 800 ദിവസത്തിലധികം നീണ്ട സമരം മോദി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കർഷകർ നടത്തിയത്. അപ്പൊ അങ്ങനെ കർഷകരുടെ നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലൊക്കെ എത്തി, പക്ഷെ കർഷകരുടെ സ്ഥിതി ഇപ്പോഴും വളരെ മോശമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യവും കൂടി ഓർക്കണം. വേൾഡ് ഇനീക്വാളിറ്റി ലാബ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 200 വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ ശാസ്ത്രജ്ഞർ ചേർന്നാണ് അവിടുത്തെ പഠനങ്ങളൊക്കെ നടത്തുന്നത്. അവർ ഇനീക്വാളിറ്റിയെ പറ്റി നടത്തിയ പഠനം 25-26 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ 40% ദേശീയ വരുമാനവും 1% ഇന്ത്യക്കാരുടെ കയ്യിലാണ്. ഇന്ത്യയിലെ 15% ധനം മാത്രമാണ് 50% ഇന്ത്യക്കാർക്ക് പങ്കിടാനായിട്ട് കിട്ടുന്നത്. അത്ര വലിയ ഇനീക്വാളിറ്റി, അസമത്വം നിലവിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അത്തരം ഒരു രാജ്യത്ത് 68% കർഷകർ, 48%, അതിൽ തന്നെ 68% കർഷകർ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരാണെന്നിരിക്കെ അമേരിക്കയിൽ നിന്ന് പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ട് ഡംപ് ചെയ്താൽ അവരുടെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ വിൽക്കാമെന്ന് വെച്ചാൽ ഇന്ത്യക്കാർ എവിടെ പോകും കർഷകർ? അപ്പൊ അറിയാം, മന്ത്രി പീയൂഷ് ഗോയലിനായാലും പ്രധാനമന്ത്രിക്കാണെങ്കിലും അറിയാം, ഒരു ഭരണം തന്നെ ഇവിടെ അപ്രസക്തമാകുന്ന ഒരു അവസ്ഥ വരുമെന്ന്, അങ്ങനെ ഒരു ഇറക്കുമതി അനുവാദം കൊടുത്താൽ. അതുകൊണ്ട് ട്രംപ് പറയുന്നു ഡ്യൂട്ടി ഫ്രീ ആയിട്ട് എല്ലാ ഉൽപ്പന്നങ്ങളും പിന്നെ അങ്ങോട്ട് കയറ്റി അയക്കാനും അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനുമുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് അയക്കുന്നു, പക്ഷെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് 18% ഡ്യൂട്ടി ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് കയറ്റി അയക്കാൻ ഒക്കില്ല. അപ്പൊ അങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കരാർ ഒപ്പിട്ടപ്പോൾ എന്താണ് ട്രംപ് ചെയ്തത്? ട്രംപിന്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ യൂത്ത് സോഷ്യലിലൂടെയാണ് ഈ വിളംബരം നടത്തിയത്. നമ്മുടെ ആത്മാഭിമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തില് ആണ് ഉഭയകക്ഷി കരാറായിട്ടും ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇത് ഡിക്ലയർ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് അഭിമാനത്തിന്റെ പേര് പറഞ്ഞ് വേണ്ട, ഞങ്ങൾ വേറെ വഴി നോക്കും എന്നൊന്നും പറഞ്ഞ് തിരസ്കരിക്കുക അത്ര നല്ലതല്ല, അത്ര എളുപ്പവുമല്ല. അതറിയണമെങ്കിൽ ഈ ട്രംപിന്റെ ഭരണം തുടങ്ങിയതിന് ശേഷം, ജനുവരിക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയച്ച വാല്യൂ ഒന്ന് നോക്കാം നമുക്ക്. അതായത് ജനുവരിയിൽ 844 കോടിയുടെ കയറ്റുമതിയാണ് അമേരിക്കയിലേക്ക് നടത്തിയത്. ഫെബ്രുവരിയിൽ 791 കോടി, മാർച്ച് ആയപ്പോൾ 1014 കോടി, ഏപ്രിൽ ആയപ്പോൾ 841 കോടി, ജൂൺ ആയപ്പോൾ 829 കോടി, ജൂലൈയിൽ 801 കോടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഓഗസ്റ്റ് 2 മറ്റോ ആണ്, അതെ, ഓഗസ്റ്റ് 2 ആദ്യത്തെ കരാർ. 2 അല്ലെങ്കിൽ 4, ഐ എം റിയലി സോറി, ആ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആണ് ഈ ആദ്യത്തെ 25% ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ട്രംപ് പ്രത്യക്ഷപ്പെടുന്നത്. അതുവരെ ഡ്യൂട്ടി ഇല്ലാതെ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്നതും ഏറ്റവും കൂടിയാൽ 13.5% ഡ്യൂട്ടി ഫ്രീ ആയിട്ട്, അതായത് നമ്മുടെ കൊഞ്ച് സമുദ്രോൽപ്പന്നങ്ങളൊക്കെ ഡ്യൂട്ടി ഫ്രീ ആയിട്ടാണ് കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. തുകൽ ഉൽപ്പന്നങ്ങൾ, സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ, അങ്ങനെ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും വളരെ കുറഞ്ഞ വളരെ നിസാര ഡ്യൂട്ടിയിലാണ് കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. ആ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഡ്യൂട്ടിയാണ് 25% പെട്ടെന്ന് ഉയർത്തുന്നത്. അങ്ങനെ 25% കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഓഗസ്റ്റ് മുതലുള്ള നമ്മുടെ കയറ്റുമതിയിൽ വന്ന ഇടിവ് നോക്കിയാൽ മതി. ഓഗസ്റ്റില് 686 കോടിയുടെ കയറ്റുമതി, അത് കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോഴത്തേന് 546 കോടിയുടെ കയറ്റുമതി, ഒക്ടോബറിൽ വീണ്ടും 630 കോടിയുടേത്, നവംബറിൽ 698 കോടിയുടേത്, ഡിസംബറിൽ 688 കോടിയുടേത്. അതായത് ആദ്യ മാസങ്ങളിൽ ട്രംപിന്റെ തീരുവ യുദ്ധം വരുന്നതിന് മുൻപ് 686 കോടിക്ക് മുകളിലാണ് കയറ്റുമതി ചെയ്യുന്നത്. 1014 കോടി വരെ
കയറ്റുമതി ചെയ്ത മാസങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അത് 546 കോടി മുതൽ താഴേക്ക് വരുന്നു. അപ്പം അത് മാത്രവുമല്ല, ഈ യുദ്ധം തീർന്നില്ല, ഇത് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ ഇടിവ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാകുമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ 1900 ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കയറ്റി അയച്ചിരുന്നത്. അങ്ങനെ കയറ്റി അയച്ചിരുന്ന സ്ഥാനത്താണ് 25% ഡ്യൂട്ടി വന്നതോടെ ആ 25% ഡ്യൂട്ടി വെച്ചാൽ അത്ര അധികം വിലക്കയറ്റം അവിടെ ഉണ്ടാവുകയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക്. ആ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ഓർമ്മിക്കുക, ഇമിഗ്രേഷൻ സർവേ പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ നിന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എമിഗ്രൻസ് ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ്. അതായത് ലോകത്തെ ആകെ എമിഗ്രേഷന്റെ 22% ഇന്ത്യയിൽ നിന്നാണ്. ആ ഇന്ത്യയിൽ നിന്നാണ് ഉള്ള എമിഗ്രൻസിലെ 66% അമേരിക്കയിലാണുള്ളത്. അപ്പൊ ഈ അമേരിക്കയിലേക്ക് വളരെ കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നു, അത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കയറ്റി അയക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അത് വലിയ സഹായമാണ്. അവിടെ വില കുറഞ്ഞ അവർക്ക് ആ ഉൽപ്പന്നങ്ങൾ കിട്ടും. അത് പോകട്ടെ, അതിനേക്കാളൊക്കെ ഉപരി ഈ കയറ്റുമതി കൊണ്ട് ഉണ്ടാകാവുന്ന പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള മേഖലകളിൽ നിന്നാണ്, ഉദാഹരണം അപ്പാരൽ മേഖല, വസ്ത്ര വ്യാപാര മേഖല. അപ്പൊ അവര് ഈ ഇന്ത്യയുടെ എമിഗ്രൻസിൽ 66% അമേരിക്കയിലേക്ക് അമേരിക്കക്കാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഡിസൈൻസിലും ഫാഷനിലുമാണ് നമ്മുടെ അപ്പാരൽ ഇൻഡസ്ട്രി അവർക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടൈലറിംഗ് തൊട്ട് എല്ലാ സമസ്ത മേഖലകളെയും അത് ബാധിക്കും. അതുപോലെ തുകൽ ഉൽപ്പന്നങ്ങൾ, അതായത് എല്ലാ തരം തുകൽ ഉൽപ്പന്നങ്ങളും ഒരു ഏറ്റവും നല്ല വിപണിയാണ് US. അതും അവരുടെ ഡിസൈൻ അനുസരിച്ചാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സ്വർണ്ണ വജ്ര ആഭരണം. അതായത് ഏറ്റവും മനോഹരമായ നമ്മുടെ കോഹിനൂർ രത്നത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അതിമനോഹരമായ ഡിസൈൻസില് ആഭരണ നിർമ്മിതി നടത്തുന്നതിന് ഇന്ത്യ പണ്ടേ പ്രശസ്തമാണ്, ആഗോള പ്രശസ്തമാണ്. അപ്പൊ അമേരിക്കയ്ക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അമേരിക്ക ലാർജസ്റ്റ് GDP ഇൻ ദ വേൾഡ് ആണ്. എന്ന് വെച്ചാൽ എത്രയാണ് അവരുടെ GDP? അവരുടെ GDP $33 ട്രില്യൺ മുകളിലാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നോക്കിയിട്ട് 5-6 മാസമായി. 5-6 മാസം മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത്. അതായത് 33 ട്രില്യൺ ആണ് അവരുടെ GDP. എത്രയാണ് പോപ്പുലേഷൻ? 33.3 കോടിയാണ് പോപ്പുലേഷൻ, ഈ എമിഗ്രൻസും എല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പം അങ്ങനെയുള്ള രാജ്യത്ത് വലിയ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു രാജ്യത്തേക്കാണ് അപ്പൊ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് അയക്കുന്നു. വലിയ കോൺട്രിബ്യൂഷൻ ആണ് അതും നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് നടത്തുന്നത്. അതായത് നമ്മുടെ വ്യാപാരം മൂലം ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് ചേർക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന്റെ 22% സ്വർണ്ണ വജ്ര ആഭരണ കയറ്റുമതിയിൽ നിന്നാണ്. അപ്പൊ അത്ര പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി മേഖലയാണ് സ്വർണ്ണ വജ്ര ആഭരണ കയറ്റുമതി. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന മേഖലയാണ് അമേരിക്ക. ഇങ്ങനെ അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് ഗുഡ്സ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഇതിനൊക്കെ വലിയ വിപണന സാധ്യതയാണ് അവിടെയുള്ളത്. നമ്മുടെ മറൈൻ പ്രോഡക്ട്സ്, അവർക്ക് വേറെ പല രാജ്യങ്ങളിൽ നിന്നും മറൈൻ പ്രോഡക്ട്സ് കയറ്റി അയക്കാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യങ്ങൾ. അപ്പോഴാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വളരെ പണ്ട് മുതൽ, നിങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, PL 480 എന്ന അമേരിക്കയുടെ നിയമത്തിന്റെ ബേസിസിലാണ് എല്ലാ 3 വർഷം കൂടുമ്പോഴും ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാകുമായിരുന്നു. ആ സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യൻ പട്ടിണി അകറ്റാൻ വേണ്ടി അമേരിക്കൻ സെനറ്റ് അവിടുത്തെ നിയമം പബ്ലിക് ലോ 480, അതാണ് PL 480. ആ PL 480യുടെ ബേസിസിലാണ് ഇങ്ങോട്ട് ധാന്യങ്ങളും ആട്ടയും ചെറുപയർ പോലെയുള്ള വസ്തുക്കളും ഒക്കെ പാൽപ്പൊടിയും ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ കാലത്തും ഇന്ത്യയോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ഇപ്പോ ഈ ട്രംപിന്റെ പെരുമാറ്റത്തിൽ, അതായത് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ടെക്നോളജിയുമായിട്ട് മുൻപോട്ട് പോയത് തന്നെ അമേരിക്കയുടെ ഇനീഷ്യേറ്റീവിലാണ്. അവര് യു ഗോ ഫോർ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുകയായിരുന്നു. ഇവിടെ അടിക്കടി പട്ടിണി വരികയും PL 480 1966, 67, 65, 66, 67 വർഷങ്ങളിൽ തുടർച്ചയായ വരൾച്ച, പട്ടിണി. അപ്പോൾ മിസസ് ഗാന്ധി പറഞ്ഞു, ഞങ്ങൾക്ക് PL 480 വഴിയുള്ള ധാന്യങ്ങൾ പോരാ,
കുറച്ചുകൂടി തരണമെന്ന് ലിൻഡൻ ബി ജോൺസണോട് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ധനം ഇനിയും തരാം, പക്ഷെ അത് വിലക്കേ തരാൻ പറ്റൂ. നിങ്ങൾ ഇങ്ങനെ ഈ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസുമായിട്ട് മുമ്പോട്ട് പോകാതെ എന്ത് ചെയ്യണം? യു ഗോ ഫോർ ഗ്രീൻ റവല്യൂഷൻ. അങ്ങനെയാണ് കാർഷിക വിപ്ലവത്തിന് തയ്യാറായി. അവിടെ നിന്ന് തന്നെയാണ് ഇതിനുള്ള ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സും മറ്റ് ശാസ്ത്രീയമായ രീതികളും ഒക്കെ അവിടുത്തെ ശാസ്ത്രജ്ഞരുടെ അകമ്പടിയോടെയാണ് ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത ഒരു രാജ്യമാണ്. ഇപ്പോൾ ഈ ട്രംപ് വന്നപ്പോൾ മാത്രമാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉഭയകക്ഷി തീരുമാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ചില തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത്. അത് അയാളുടെ സംസ്കാര ശൂന്യത എന്ന് നമുക്ക് കണ്ണടയ്ക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രംപിന്റെ ഡംബോ അയാളുടെ സംസ്കാര ശൂന്യതയോ ഒന്നുമല്ല. ഈ പ്രഖ്യാപനം, അതായത് ഈ താരിഫ് നയം, ഈ 18% താരിഫ് നയവും അവർ പറയുന്നത് എന്താണ്? അവിടെ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ യാതൊരു തരത്തിലുള്ള താരിഫും ഇല്ലാതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനുള്ള അവസരമാണ് കൊടുക്കുന്നത് എന്നാണ്. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പീയൂഷ് ഗോയലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോ പറയുന്നത് അങ്ങനെ ആ രണ്ടും, അതായത് പാലുൽപ്പന്നങ്ങളും കാർഷിക വിളകളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് സമ്മതം കൊടുക്കുന്നതും അല്ല. അതിന്റെ പ്രസക്തി അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ വേറെ പല മേഖല, ഇപ്പൊ കാർഷികത്തോട് ബന്ധപ്പെട്ട അനുബന്ധ മേഖലകൾ, അത് ഇവിടുത്തെ കർഷകരെ ഒരു തരത്തിലും ബാധിക്കാത്ത വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളുടെ ഒക്കെ, അതായത് കാർഷിക വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളുടെ ഒക്കെ പല മേഖലകളിലും ആണ് ട്രംപ് അവിടെ നിന്ന് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി അനുവദിക്കുക എന്നാണ് പറയുന്നത്. ഏതായാലും അത് നമുക്ക് വിശ്വസിക്കാം. കാരണം അത് വിശ്വസിക്കാം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമുക്ക് എന്തായാലും അമേരിക്ക, അതായത് യൂറോപ്യൻ യൂണിയനും ആയിട്ടൊക്കെ ഒരു 27 രാജ്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ട്രീറ്റി ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അവരുടെയൊക്കെ പോപ്പുലേഷൻ ചെറിയ പോപ്പുലേഷനാണ്. അവരുടെയൊക്കെ GDP അമേരിക്കയുടെ GDPയുമായിട്ട് വളരെ ചെറിയ GDP ആണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ഒരു വലിയ GDP രാജ്യവുമായിട്ട് എന്ന് വെച്ചാൽ വലിയ വിപണി എന്നും കൂടി അർത്ഥമുണ്ട്. അതുപോലെ എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയെ തന്നെ കൈവിടാതെ പിടിക്കുന്നത്? ബിക്കോസ് നമ്മുടെ പോപ്പുലേഷൻ ലോകത്തെ 1ാമത്തെ പോപ്പുലേഷനാണ്. 146 കോടി 39 ലക്ഷം. ഇത്രയും വലിയൊരു പോപ്പുലേഷനുള്ള രാജ്യവും വലിയ GDP ഉള്ള രാജ്യവും രണ്ടും തമ്മിൽ ഒരു ട്രേഡ് എഗ്രിമെന്റിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതേ സമയത്ത് തന്നെ ഇന്ത്യൻ വിപണിയെ അത് ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ, ഇന്ത്യൻ കർഷകരെ ദ്രോഹിക്കാത്ത തരത്തിൽ ആ ട്രീറ്റി വരണം. ചേരിചേരാ നയം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ നമുക്ക് റഷ്യയുമായിട്ടും, അതായത് കോൾഡ് വാർ നിലനിന്ന കാലഘട്ടത്തിൽ പോലും റഷ്യയുമായിട്ടും നമുക്ക് ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു, അയൽബന്ധമുണ്ടായിരുന്നു, സൗഹൃദമുണ്ടായിരുന്നു. അതുപോലെ അമേരിക്കയുമായിട്ടും മറ്റെല്ലാ രാജ്യങ്ങളുമായിട്ടും. അങ്ങനെ ചേരിചേരാ നയം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്ത് എല്ലാ കാലത്തും റഷ്യ നമ്മളോട് ചേർന്ന് തന്നെ നിന്നിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീർത്തും ഇല്ലാതെയാക്കുമോ? ഇപ്പോ 40% അടുത്തുണ്ടായിരുന്നത് ഇപ്പൊ ഇതിനകം തന്നെ 29% വരെ കുറച്ചിരിക്കുന്നു. അങ്ങനെ കുറച്ചുകൊണ്ട് വരുന്നു. അതോടൊപ്പം യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ലിങ്കും കൂടി വന്നു. അതുകൊണ്ടാണ് ട്രംപ് പെട്ടെന്ന് തന്നെ ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഇപ്പോൾ ഈ ഒരു കരാറിലേക്ക് എത്താമെന്ന് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. അതൊക്കെ ആയിരിക്കണം കാരണങ്ങൾ. കുറച്ചു കൊണ്ടുവരുന്നു, 1. 2, ഇന്ത്യ വേറെ മാർഗങ്ങൾ നോക്കുന്നു. അപ്പൊ വേറെ മാർഗങ്ങൾ നോക്കാൻ പോയാൽ അത് അമേരിക്കയ്ക്കും പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ട്രംപ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് റഷ്യയുമായിട്ട് നമ്മൾ ഇന്ധനം മാത്രമല്ല, വേറെ ഡിഫൻസ് എഗ്രിമെന്റ് റഷ്യയുമായിട്ടുണ്ട്. അത് മാത്രമല്ല കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ആ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ തന്നെ ഇന്ത്യക്ക് വളരെ ആവശ്യമുള്ളതാണ് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ്. ഈ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നൈട്രജനും ഫോസ്ഫേറ്റും ഒക്കെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബാക്കി ആവശ്യം വരുന്നത് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ. പക്ഷെ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് നമ്മൾ പൂർണ്ണമായിട്ടും വാങ്ങുന്നത് റഷ്യ, പിന്നെ എനിക്ക് തോന്നുന്നു ഉക്രൈൻ, അങ്ങനെ ചില രാജ്യം ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ ബദൽ ബുദ്ധിമുട്ട്